എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഫോൺ ഹാങ് ആകുന്നുണ്ടോ? നിങ്ങളുടെ ഫോൺ സ്ലോ ആവുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറച്ച് സ്റ്റെപ്പുകൾ വഴി നമ്മുടെ ഫോണിൻ്റെ ഹാങ് ആകുന്ന പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോൺ ഹാങ് ആകുന്ന പ്രശ്നം ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്തു വെക്കേണ്ട സെറ്റിങ്സിലേക്ക് നമുക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് എബൌട്ട് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വരുന്ന വിൻഡോയിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷനായ ബിൽഡ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ നമ്മൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ആക്റ്റീവ് ആകുന്നതാണ്. ഇവിടെ ഞാൻ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കുകയാണ്. ഈ സ്ക്രീൻ ബ്ലാങ്ക് സ്ക്രീനാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൻ്റെ പാസ്വേഡ് കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾക്ക് ഈ സ്ക്രീനിൽ നിന്ന് പുറകോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ആയിട്ട് സെർച്ച് ചെയ്താലും നമുക്കവിടെ ഈ ഡെവലപ്പർ ഓപ്ഷൻ നമുക്കവിടെ ലഭിക്കുന്നതാണ്. അവിടെ ഓപ്പൺ ചെയ്താലും നമുക്ക് ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് നേരിട്ട് എത്തിച്ചേരാവുന്നതാണ്. ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ധാരാളം ഓപ്ഷനുകൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഫോണിൻ്റെ പ്രധാനപ്പെട്ട സെറ്റിങ്സുകളെല്ലാം ഈ ഡെവലപ്പർ ഓപ്ഷനിലാണ് വന്ന് കിടക്കുന്നത്. നമ്മൾ അവിടെയാണ് നമ്മുടെ ഫോൺ ഹാങ് ആകുന്നത് തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് കിടക്കുന്നത് ഈ ഡെവലപ്പർ ഓപ്ഷനിലാണ്. ഇവിടെ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്കിവിടെ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. നമ്മളത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള അനാവശ്യ അനിമേഷനുകൾ ഒന്നും ആവശ്യമുള്ളതല്ല. നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് ഓണായി കിടക്കുന്ന ഈ അനിമേഷൻ സ്കെയിൽ നമ്മുടെ ഫോണിന് ഓവർലോഡാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ആകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് നമ്മൾ കുറച്ച് ഇടേണ്ടതാണ്. ഈ അനിമേഷൻ എന്നുള്ള ഈ ഓപ്ഷൻ നമുക്കിവിടെ ഓഫാക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ഫോൺ വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാവുന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഈ അനിമേഷൻ സ്കെയിൽ ഓഫാക്കി ഇടാം, അല്ലെങ്കിൽ നമുക്ക് അനിമേഷൻ സ്കെയിൽ 0.5x എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇടാവുന്നതാണ്. അതിന് മുകളിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനിമേഷൻ സ്കെയിൽ വളരെയധികം വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇവിടെ ഞാൻ അനിമേഷൻ സ്കെയിൽ 0.5x എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് വിൻഡോസ് അനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ, അനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നിങ്ങനെ നമുക്ക് 3 ഓപ്ഷൻ കാണാവുന്നതാണ്. ഞാനിവിടെ അനിമേഷൻ സ്കെയിൽ 0.5x എന്നുള്ള രീതിയിലേക്ക് കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോൺ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പുറത്തേക്ക് വരാവുന്നതാണ്. ഇനി നമുക്ക് ഫോൺ ഹാങ് ആകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത സെറ്റിങ്സിലേക്ക് പോകാവുന്നതാണ്. അടുത്ത സെറ്റിങ്സിനായിട്ട് നമുക്ക് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക.
ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ആപ്പ് സ്റ്റാർട്ടപ്പ് ആൻഡ് ക്ലോസിംഗ് അനിമേഷൻ സ്പീഡ് ഉള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്കിവിടെ മീഡിയം എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷൻ വന്ന് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഫാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതോടുകൂടി നമ്മുടെ ഫോണിലെ ആപ്പുകളൊക്കെ വളരെ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനും ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഹാങ് ആകുന്നത് തടയുന്നതിനായിട്ട് ആക്ടിവേറ്റ് ആക്കേണ്ട മൂന്നാമത്തെ ഓപ്ഷനാണ്. അതിനായിട്ട് നമുക്ക് ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ അടുത്ത സ്ക്രീനിൽ ഓട്ടോമാറ്റിക് സിങ്ക്രണൈസ് പേഴ്സണൽ അക്കൗണ്ട് ഡേറ്റ എന്നുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ഓണായി കിടക്കുകയാണ്. അത് ഓഫാക്കുക. അപ്പോൾ ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതിൽ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഓഫായിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഓണാക്കിയിടേണ്ടതാണ്. നമ്മുടെ ഫോണിലേക്കുള്ള ഇമെയിൽ നോട്ടിഫിക്കേഷനെല്ലാം ഈ ഒരു ഓപ്ഷൻ ഓഫാക്കുന്നതിലൂടെ തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ഓണാക്കിയിടണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊക്കെ ഓപ്ഷനുകളാണ് നമ്മൾ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്തിരിക്കുന്നതെന്ന് ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതി വെക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് പുറത്തു വരാവുന്നതാണ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനും ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. നമുക്കിനി ആക്ടിവേറ്റ് ആക്കേണ്ട നാലാമത്തെ സെറ്റിങ്സിലേക്ക് പോകാം. നമുക്കിനി നാലാമത്തെ സെറ്റിങ്സിനായിട്ട് ഫോണിൻ്റെ തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിൽ വന്ന് ആദ്യമത്തെ ഓപ്ഷനായ വൈഫൈ സെലക്ട് ചെയ്യുക. ഇവിടെ വൈഫൈ ഓണാണ്. ഈ വൈഫൈ ഓപ്ഷൻ എപ്പോഴും വൈഫൈ കണക്ഷൻ കിട്ടുന്നതിനായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മുടെ ഫോണിൻ്റെ ഓവർലോഡിങ്ങിന് കാരണമാകും. അങ്ങനെ ഫോണിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അങ്ങനെ ഫോൺ ഹാങ് ആകാനുള്ള സാധ്യതയും ഈ വൈഫൈ ഓണായി കിടക്കുന്നതിലൂടെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം വൈഫൈ ഉപയോഗിച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വൈഫൈ ഓഫാക്കിയിരിക്കുകയാണ്. ഇനിയുള്ളത് നമുക്ക് പുറത്തേക്ക് വന്നിട്ട് ബ്ലൂടൂത്താണ്. നമുക്കിവിടെ കാണാവുന്നതാണ് ബ്ലൂടൂത്തും ഓണാണ്. ഇവിടെ നമ്മളിവിടെ ബ്ലൂടൂത്തും ഓഫാക്കി വെക്കേണ്ടതാണ്. ബ്ലൂടൂത്ത് എപ്പോഴും പെയർ ചെയ്യാനുള്ള മറ്റൊരു ഡിവൈസുമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതും നമ്മുടെ ഫോണിൻ്റെ ഓവർലോഡിങ്ങിന് കാരണമാകും. അപ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ബ്ലൂടൂത്തും ഓഫാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാനിവിടെ ബ്ലൂടൂത്ത് ഓഫാക്കുകയാണ്. ഇത്രയുമാണ് നാലാമത്തെ സെറ്റിങ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റിങ്സ് ആക്ടിവേറ്റ് ആക്കുന്നതോടുകൂടി നമ്മുടെ ഫോൺ ഹാങ് ആകുന്നത് തടയാനാകുന്നതാണ്. അതുമാത്രമല്ല സ്ലോ ആകുന്നതും നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. ഇനിയും ഞാൻ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.